പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂർ നഗരത്തിന് അല്പം നീങ്ങിക്കൊണ്ട് ബംഗാർപേട്ട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ വന്ന് ചേർന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരുപാട് ദൈവിക വചനങ്ങളും ദൈവികമായ ചിന്തകളും മാറിപ്പോയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പ്രദേശത്തേക്ക് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ ഒരു അന്യദേശമായതുകൊണ്ടോ അതോ അന്യദേശത്തേക്ക് വന്നപ്പോൾ ആ സ്ഥലത്തിനോടുള്ള മമത കാരണം ദൈവികമായ ചിന്തകൾ എന്നിൽ നിന്ന് അകന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല. ദൈവികമായ ചിന്തകൾ നഷ്ടപ്പെടുന്ന ഒരു പ്രതീതി അനുഭവിക്കുകയായിരുന്നു ഈ നിമിഷങ്ങളിൽ. അപ്പോഴാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം ഓർമ്മയിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന വചനം ചിന്തകളിലൂടെ കടന്നു വന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ്റെ വചനങ്ങൾ പങ്കുവച്ച് നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് നാം സഞ്ചരിക്കുമ്പോൾ, വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ആ സ്ഥലത്ത് ഉള്ള ജനങ്ങൾ ദൈവികമായ ചിന്തകളിൽ നിന്ന് വളരെ ഏറെ അകലെയായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ ഉണർത്തിക്കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാകാം ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ പ്രദേശങ്ങളിൽ ആത്മീയമായ ചിന്താഗതിയുള്ളവരോ ആത്മീയമായി വളരുവാൻ താല്പര്യമുള്ളവരോ ദൈവവചനത്തിൻ്റെ മരുഭൂമിയിലൂടെയാണോ അവർ സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. തീർച്ചയായും നമ്മളുടെ മനസ്സിൽ ആത്മീയരായ നാം, ബലവാന്മാരായ നാം, ബലഹീനരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനങ്ങൾ ഉരുവിടുവാനും ഓരോ മക്കളിലേക്കും ഈ വഴിയിലൂടെ നടന്നു പോകുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഓരോ മക്കളിലും നിറയുന്നതിനു വേണ്ടിയും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഈ സമയങ്ങളിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. തീർച്ചയായും നാം ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ ദൈവവചനം, ദൈവിക ചിന്ത നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ ചില മേഖലകളിലൂടെ നാം നീങ്ങുമ്പോൾ ആ മേഖലകളിലുള്ള ഓരോ മക്കൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഈ പ്രദേശത്തുള്ള അനേക മക്കൾ കടന്നു വരുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയും എന്ന വിശ്വാസത്താൽ യേശു ഈ സമയം എന്നെ ഇവിടെ കൊണ്ടുവന്നവരും പ്രാർത്ഥിക്കാൻ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ സ്തുതിക്കുന്നു. ഹൃദയത്തിൽ രാജാവായി ഹൃദയത്തിൽ സൂചിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പൂജിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.